പറയണം ശ്രീജ. ഒന്ന്, മാധ്യമങ്ങൾ എന്നുള്ള ഒരു മൊത്തത്തിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള ഒരു പൊതുബോധ്യം, പോലീസുകാർക്കെതിരെയുള്ള ഒരു പൊതുബോധ്യം, മാധ്യമങ്ങൾ മുഴുവൻ ഈ തരത്തിലാണ് എന്നുള്ള സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഒരു സ്ക്രൂട്ടിനിയൊക്കെ ഉണ്ട് പല വിഷയങ്ങളിൽ. അത് ആരോഗ്യകരമായുള്ള ചർച്ചകളിലൊക്കെ നമ്മളും സമൂഹ മാധ്യമങ്ങൾ അത് കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ ഒരു സ്ത്രീക്കെതിരെ മോശമായിട്ടാണ് പറയുന്നത് എന്നുള്ളതിൻ്റെ കനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ മുഴുവൻ മാധ്യമ സംസ്കാരം ശരിയല്ല, അതുകൊണ്ട് മാധ്യമങ്ങളെ ഞാൻ അങ്ങ് പറഞ്ഞ് നന്നാക്കുകയാണ്. വിനായകൻ, നിങ്ങൾക്ക് പറഞ്ഞ് നന്നാക്കാൻ നിങ്ങളുടെ ഒരു ഇൻഡസ്ട്രി ഉണ്ട്, ആ ഭാഗത്തോട്ട് നിങ്ങൾ പോവുകയോ നിങ്ങളെ അവരടുപ്പിക്കുകയോ ചെയ്യുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ അത് പറയുക, അതൊന്ന് കൈയടിയിട്ടും. രണ്ടാമതാണ് ഈ പുലഭ്യം എന്നുള്ളൊരു വാക്ക്. അത് പുലയ വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് എന്ന തരത്തിലുള്ളൊരു ഇതാണ്. ഏതെങ്കിലും നിഘണ്ടുവിലോ ഡിക്ഷണറിയിലോ പരതിയിട്ടോ ശബ്ദധാരാവിലോ പരതിയിട്ടോ അല്ല വിനായകൻ അത് പറയുന്നത്. പകരം ശ്രീജ, ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർക്കൊരു തോന്നുന്നുണ്ടല്ലോ, ഇതൊരു പച്ചയായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ആ സമൂഹത്തിന്റെ ഭാഷയാണ്. അപ്പൊ ആ ഭാഷ ഈ പുലഭ്യം രസമതല്ല, ഈ പുലഭ്യം എന്നുള്ള വാക്ക് അത് വിനായകന്റെ പോസ്റ്റിലുള്ളതല്ല. എനിക്ക് പിന്നെ ചോദിക്കാൻ കഴിയില്ലല്ലോ, നിങ്ങൾ ഈ പച്ചത്തറി ആ പേരെടുത്ത് എനിക്ക് എങ്ങനെയാണ് വിനായക നിങ്ങളുടെ ഒരു നിലവാരത്തിൽ വന്ന് അത് പറയാൻ കഴിയുക? അപ്പൊ നമുക്ക് പറയാൻ കഴിയുന്ന മാക്സിമം എന്താണ്? നിങ്ങൾ ഈ പുലയാട്ട് നടത്തുകയാണോ, പുലഭ്യം നടത്തുകയാണോ എന്നാണ് ചോദിക്കുക. അപ്പോൾ അതിനെ, ആ പുലഭ്യം എന്നുള്ള വാക്കിനെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് അതൊരു കമ്മ്യൂണിറ്റിയുടെ ഇതാണ് എന്ന് പറയുക. ഇത് കൂട്ടിച്ചേർത്ത് അങ്ങനെ കൂട്ടിച്ചേർക്കാൻ മലയാള ഭാഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണമോ സാധൂകരണമോ ഇല്ല വിനായകൻ. നിങ്ങളുടെ പേജ് നോക്കുന്ന അഡ്മിനോട് കുറച്ചുകൂടി അത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്ന ആൾക്കാർ ഈ കേരളത്തിലുണ്ട്, മലയാള ഭാഷയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടത്. അതുകൂടി ഒന്ന് അന്വേഷിക്കുക. അങ്ങനെ ചർച്ചകൾ നടക്കുമ്പോൾ ഈ വാക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടുള്ള ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുമല്ലോ. ഇത് ഞാൻ പറഞ്ഞത് ഈ പോസ്റ്റിൻ്റെ ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് ഈ ചർച്ചകളൊന്നും നടക്കുന്നില്ല. വളരെ മോശം വാക്കുകൾ 1, 2, 3, 4 എന്ന് വളരെ മോശമായിട്ട് എഴുതിയിരിക്കുകയാണ്. വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചിരിക്കുന്നു. കേരളത്തിലെ മുഴുവൻ മാധ്യമരംഗത്തെ സ്ത്രീകളെയും അധിക്ഷേപിച്ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകരെ മൊത്തം അധിക്ഷേപിച്ചിരിക്കുന്നു. ഈ അധിക്ഷേപിക്കുമ്പോൾ ലൈംഗികാവയവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് മാത്രമേ അധിക്ഷേപിക്കാവൂ. അതാണ് ദളിത് വിഭാഗത്തിൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്ന വിനായക. നിങ്ങളെ പുച്ഛിച്ച് തള്ളുകയാണല്ലോ ദളിത് സമൂഹം. ആ ഒരു സന്ദേശം പുറത്തു കൊടുക്കുമ്പോൾ ഇതിന് കൈയടിക്കുന്നവർ പെർവെർട്ടുകളാണ് എന്നുള്ള വാക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ഇമോഷണലായിട്ട് മാത്രം പറയുന്നതല്ല. ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വിനായകൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയോടുള്ള അഭിപ്രായമൊന്നുമല്ല. ഇതാര് പറഞ്ഞാലും ഈ രീതിയിലാണ് മറുപടി ഉണ്ടാവുക. അതിന് എന്ത് പറഞ്ഞാലും എത്ര തരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ടായാലും സാധാരണ ഈ പോസ്റ്റ് നടക്കാതാകുമ്പോൾ പുറത്തിറങ്ങി നിന്ന് തുണി പൊക്കി കാണിക്കുന്ന, നഗ്നതാ പ്രദർശനം നടത്തുന്ന നിങ്ങളുടെ ഒരു രീതി ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിലും ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറ്റാൻ ഇത്തരം ഭീഷണി ഇൻ കോട്ട്സ് ഭീഷണി എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻവെർട്ടഡ് കോമയിലാണ്. ഇതാണോ ഭീഷണി എന്നുള്ള പുച്ഛമാണ്. ആ പുച്ഛത്തിൽ തന്നെ പറയുന്നു ഇതൊന്നും ചെലവാകില്ല വിനായക. അത്ര തന്നെ പറയാനുള്ളൂ. പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ് വിനായക. ഇതൊന്നും ഇവിടെ ചെലവാവില്ല. നമുക്ക് ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിപ്പിക്കാം.